കാര്യമില്ല. ഞാൻ ചെറിയ വേസ്റ്റ് എടുത്ത് വന്നത് പെരന്റെ ആവശ്യത്തിന്. ആ പെരന്റെ എടുത്ത് വന്നാണ് നിങ്ങൾ ആ റോഡിൽ. ഞാൻ അവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ ഈ സൈഡിൽ നിന്നാ മനസ്സിലായി. നിങ്ങൾ ഞാൻ നിൽക്കുന്ന സൈഡിൽ വളച്ചപ്പോഴല്ലേ അങ്ങോട്ട് വന്നു. അത് കൂടി പറഞ്ഞാൽ നിങ്ങൾ ഈ പട ഞാൻ അവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടിയിട്ടില്ല. ഞാൻ നിന്ന ഭാഗത്തേക്ക് പിന്നെ ഓടിച്ചപ്പോഴല്ലേ ഞാൻ അങ്ങോട്ട് ചാടിയത്. അതുകൊണ്ടല്ല ഇപ്പൊ ഈ സാധനം ഇതിപ്പോ ഈ സാധനം കൊണ്ട് അവിടുന്ന് വന്നിട്ടല്ല ഇപ്പൊ എന്റെ മേത്ത് കുത്തിയിട്ട് ഇത് ചാടി പൊട്ടിയത് ആണ്. അപ്പൊ ഈ സാധനം കൊടുന്നിട്ടില്ല ഇപ്പൊ എന്റെ മേത്ത് കുത്തി ഇത് ചാടി പൊട്ടു. പൊട്ടൂല. ഇത് കൊടുന്നിട്ടല്ല ഇപ്പൊ നിന്റെ മേത്ത് കുത്തിയതും ചാടി പൊട്ടിയതും. ഇത് ഇഞ്ച മേത്ത് കുത്തിയിട്ടല്ല ഇപ്പൊ ഇത് ചാടി പൊട്ടിയത്. നിങ്ങളുടെ മേത്ത് കുത്തിട്ട് തന്നെ ഇപ്പൊ സാധനം പൊട്ടിയത് അല്ലേ? കൂടുതൽ ഡയലോഗ് പൊട്ടിക്കണ്ട. അപ്പൊ ഇന്റെ മേത്ത് തട്ടിയിട്ടില്ലെങ്കിൽ ഇത് പൊട്ടൂലല്ലോ. പിന്നെന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മേത്ത് തട്ടിയില്ലേ പൊട്ടൂല. ആ ബൈക്ക് പോയില്ലോ. ആ ബൈക്ക് പോയി. നിങ്ങളിപ്പോ ഈ സാധനം കൊണ്ട് എന്തിനാ വന്നത്? എന്നിട്ടാണ് എന്റെ വീട്ടിന്റെ ആവശ്യം ഞാൻ പോകുന്നതാണ്. എന്റെ വീട്ടിൽ ചെറിയൊരു പേച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിനെടുത്ത് പോകുന്ന സാധനമാണ്. അപ്പൊ നിങ്ങളുടെ മേത്ത് തട്ടിയിട്ടാണ് ഇപ്പൊ ഈ സാധനം പൊട്ടിയത്. ഈ സാധനം കൊണ്ട് വന്നപ്പോഴാണ് എന്റെ മേത്ത് തട്ടിയത്. എന്റെ മേത്ത് തട്ടിയിട്ടാണ് വീണ് പൊട്ടിയത്. അതിനിപ്പോ ഞാൻ കേട്ടാണ് നിങ്ങൾ മേത്ത് തട്ടിട്ടല്ലേ പൊട്ടിയത്. പൊട്ടി തട്ടിയിട്ടില്ലെങ്കിൽ പൊട്ടൂലല്ലോ. തട്ടിയിട്ടില്ല പൊട്ടൂല. അത് ഇന്റെ മേത്ത് തട്ടിയിട്ടാണല്ലോ പൊട്ടിയത്. തട്ടിയല്ലോ. തട്ടി അവിടെ പൊട്ടിയത്. തട്ടിയിട്ടാണ് പൊട്ടിയത്. ഇപ്പൊ ഇന്റെ മേത്ത് തട്ടിയിട്ടില്ലെങ്കിൽ പൊട്ടുവോ? പൊട്ടൂലെങ്കിൽ പൊട്ടൂല. അപ്പൊ പിന്നെ എന്റെ മേത്ത് തട്ടിയിട്ടല്ലേ പൊട്ടിയത്. ഞാൻ എന്റെ വണ്ടി നിങ്ങളുടെ മേത്ത് തട്ടിയിട്ടാണെങ്കിൽ പൊട്ടിയല്ലേ? അല്ലെങ്കിൽ പൊട്ടൂലല്ലോ. നിങ്ങളിപ്പോ ഈ സാധനം കൊണ്ട് ഇങ്ങനെ വന്ന് ആരെങ്കിലോട് ഈ സാധനം കൊണ്ട് വരാൻ പറഞ്ഞത്. വന്നിട്ട് ഇഞ്ച മേത്ത് തട്ടിയിട്ടാണത് വീണിട്ടാണത് ഇഞ്ച മേത്ത് പിന്നെ പൊട്ടിയത്. നിങ്ങളുടെ മേത്ത് തട്ടിയിട്ടാണ് പൊട്ടിയത്. പിന്നെ ഇത് എന്റെ ആവശ്യത്തിന് കൊണ്ടാണ്. ഇഞ്ച മേത്ത് തട്ടിയിട്ടില്ലെങ്കിൽ പൊട്ടൂല. അപ്പൊ പിന്നെ ഞാൻ തട്ടിന് ഇഞ്ച മേത്ത് തട്ടിയിട്ടാണല്ലോ പൊട്ടിയത്. പിന്നെ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ പോണ വൈക്ക് നിങ്ങൾ എന്തിനാ വന്നേ? ഇന്റെ മേത്ത് തട്ടിയിട്ടാണല്ലോ ഇപ്പൊ പൊട്ടിയത്. നിങ്ങളുടെ മേത്ത് തട്ടിയിട്ടാണല്ലോ പൊട്ടിയത്. അതിനിപ്പോ ഞാൻ തട്ട എന്റെ മേത്ത് തട്ടിയിട്ട് ഇല്ല. നിങ്ങൾ അടിച്ചു. ഇല്ല തട്ടിയിട്ടില്ല. നിങ്ങൾ അടിച്ചിട്ടാണല്ലോ ഞാൻ വീണേ. ഞാൻ തല്ലിയിട്ടില്ലല്ലോ നിങ്ങളെ. തല്ലിയാലോ? കൊണ്ടിട്ടാണല്ലോ ഞാൻ വീണത്. ഞാൻ അടിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങളെ തല്ലിയിട്ടില്ലല്ലോ. തല്ലി കൊണ്ടിട്ടാണല്ലോ ഞാൻ വീണത്. എന്താ അർത്ഥം നിങ്ങൾ പറഞ്ഞേ? ഞാൻ നിങ്ങളെ തല്ലിട്ടേ ഇല്ല. തല്ലിയിട്ടാണ് ഞാൻ വീണത്. ഞാൻ തല്ലിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ തല്ലിയിട്ട് നിങ്ങൾ വീണ്. ഞാൻ തല്ലിട്ടില്ല. അഞ്ച മേത്ത് കൊണ്ടിട്ടല്ലേ ഞാൻ വീണത്. ഞാൻ തല്ലിയിട്ടില്ല. തല്ലിയിട്ടാണല്ലോ ഞാൻ വീണത് അല്ലേ? ഞാൻ തല്ലിയിട്ട് എന്റെ മേത്ത് തട്ടിയിട്ടാണല്ലോ ഞാൻ വീണത്. അത്രയായിക്കോട്ടെ. എങ്ങനെയാണ് നിങ്ങൾ തല്ലി അതിന്റെ മേത്ത് കൊണ്ടിട്ടാണല്ലോ ഞാൻ വീണത്. അതെങ്ങനെ അതിന്റെ കാര്യം? അപ്പൊ നിങ്ങളുടെ മേത്ത് തട്ടിയിട്ടാണല്ലോ പൊട്ടിയത് അല്ലേ? അതാണ് എന്റെ മേത്ത് തട്ടിയിട്ടാണല്ലോ അത് പൊട്ടിയത്. നിങ്ങളുടെ മേത്ത് തട്ടിയിട്ടില്ലാതെ നിങ്ങൾ വീണു. നിങ്ങൾ തച്ചു. നിങ്ങൾ അടിച്ചിട്ടാ ഞാൻ വീണേ. നിങ്ങൾ അടിച്ചിട്ടാണല്ലോ ഞാൻ വീണേ അല്ലേ? ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ തട്ടിയും കൊണ്ടാണല്ലോ എന്റെ ഇത് പൊട്ടാൻ കാരണം. ഞങ്ങൾ തല്ലിയിട്ടില്ല.